നമസ്കാരം. ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ ഉത്സവമാകേണ്ട തെരഞ്ഞെടുപ്പ് ദിനങ്ങൾ പശ്ചിമ ബംഗാളിൽ എത്തുമ്പോൾ അത് എപ്പോഴും ആക്രമണത്തിൻ്റെയും അട്ടിമറികളുടെയും കറുത്ത ഏടുകളായി മാറുന്നത് നിർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ജനാധിപത്യ വിശ്വാസികളെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ്. ഫാൽത്തയിലെയും ഫൗറയിലെയും ബൂത്തുകളിൽ അരങ്ങേറിയ നാടകീയമായ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ഭരണകൂടം തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ എത്രത്തോളം താഴേക്കിറങ്ങി പ്രവർത്തിക്കുന്നു എന്നതാണ്. വോട്ടർമാരെ ഭയപ്പെടുത്തിയും സാങ്കേതിക തകരാറുകൾ സൃഷ്ടിച്ച് പോളിംഗ് മന്ദഗതിയിലാക്കിയും അധികാരം നിലനിർത്തുവാൻ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന ഈ നീക്കങ്ങൾ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. തിരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിലും മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഈ മൗലികമായ കടമ പോലും നിറവേറ്റുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ സംഭവങ്ങൾ. ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ബെൽസിംഗിലുള്ള ബൂത്തിൽ നടന്ന സംഘർഷം യാദൃശ്ചികമല്ല. വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ച തൃണമൂൽ അണികളുടെ നേതൃത്വത്തിലുള്ള സംഘം ബൂത്തിന് പുറത്ത് തടിച്ചുകൂടിയും തുടർന്നുണ്ടായ അസ്വാസ്ഥ്യങ്ങൾ കേന്ദ്രസേനയുടെ ഇടപെടലിലേക്ക് നയിച്ചതും ഭരണകക്ഷിയുടെ അജണ്ട വ്യക്തമാക്കുന്നുണ്ട്. ജനാധിപത്യപരമായ പോരാട്ടത്തിൽ എതിരാളികളെ നേരിടാൻ ഭയക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ഭയപ്പെടുത്തിയും ബലപ്രയോഗത്തിലൂടെയും വോട്ട് തട്ടിയെടുക്കാനുള്ള തന്ത്രമാണ് പയറ്റുന്നത്. ഇത്തരത്തിൽ കേന്ദ്രസേനയെ കൊണ്ട് ലാത്തി വീശിപ്പിക്കേണ്ടി വന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് തന്നെ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെയാണ്. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കാൻ ഭരണകക്ഷി തന്നെ മുൻകൈ എടുക്കുന്നുവെന്നത് ബംഗാളിലെ ജനാധിപത്യം എത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണ് എന്നതിൻ്റെ സൂചനയാണ്. രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തുവെന്നത് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇതിന് പിന്നിലുള്ള ഉന്നത ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരുവാൻ ഇനിയും നടപടികൾ ആവശ്യമാണ്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഹൗറയിലെ ബാലിയിൽ നടന്ന സംഭവങ്ങൾ. EVM മെഷീനുകൾ തുടർച്ചയായി തകരാറിലാകുന്നു എന്നത് കേവലം ഒരു സാങ്കേതിക തകരാറായി കാണാൻ കഴിയില്ല. സാധാരണക്കാരായ വോട്ടർമാർ പുലർച്ചെ മുതൽ വരിയിൽ നിന്ന് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുമ്പോൾ മണിക്കൂറുകളോളം യന്ത്രങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നത് ഭരണകൂടത്തിൻ്റെ കയ്യിലിരിപ്പ് മൂലമുള്ള ഭരണപരാജയമാണ്. ജനങ്ങളെ വലയ്ക്കുന്നതിലൂടെയും വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെയും തങ്ങളുടെ വോട്ട് ബാങ്കിനെ സുരക്ഷിതമാക്കാൻ ഭരണകക്ഷി ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നു. വോട്ടർമാരുടെ നിസ്സഹായാവസ്ഥയും രോഷവും കണ്ട് കണ്ണടയ്ക്കുന്ന സർക്കാരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ജനാധിപത്യ പ്രക്രിയയെ ഇത്രമേൽ തകർക്കുന്ന ഒരു ഭരണകൂടത്തെ നയിക്കുന്നവർക്ക് എങ്ങനെയാണ് ധാർമ്മികമായി അധികാരത്തിൽ തുടരാൻ കഴിയുക എന്ന ചോദ്യം ബംഗാളിലെ ഓരോ പൗരനും ചോദിക്കേണ്ടതുണ്ട്. തെക്കേ ഹൗറയിലെ സംഭവങ്ങൾ ഇതിലും ദയനീയമാണ്. തനമുഖുവ മോഡൽ ഹൈസ്കൂളിൽ BJP സ്ഥാനാർത്ഥി ഉന്നയിച്ച പരാതികൾ ഭരണകൂടത്തിൻ്റെ വിവേചനപരമായ നിലപാടുകളെയാണ് തുറന്നു കാട്ടുന്നത്. ബൂത്തിനകത്ത് ആവശ്യത്തിന് സ്ഥലമുണ്ടായിട്ടും വോട്ടർമാരെ പുറത്ത് വെയിലിൽ ക്യൂ നിർത്തി കഷ്ടപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റിലെ പോരായ്മ മാത്രമല്ല, മനഃപൂർവ്വമായ അനാസ്ഥയാണ്. എതിരാളികളെ അടിച്ചമർത്താനും വോട്ടർമാരെ പരമാവധി ബുദ്ധിമുട്ടിച്ച് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ അത്യന്തം നീചമാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇത്തരം കുതന്ത്രങ്ങൾ ബംഗാളിലെ ജനങ്ങളെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. എന്നാൽ തൃണമൂൽ ഭരണത്തിന് കീഴിൽ ആ വോട്ടുകൾക്ക് വിലയില്ല എന്നും അധികാരം നിലനിർത്തുവാൻ ഏത് അധാർമിക മാർഗവും അവർ സ്വീകരിക്കുമെന്നുമാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഭരണകൂടം ഭയം കൊണ്ടാണ് തിരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്. ബംഗാളിൻ്റെ മണ്ണിൽ നിന്ന് അക്രമ രാഷ്ട്രീയം തുടച്ചു നീക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ തയ്യാറുള്ള ജനത ഇത്തരം ആക്രമണങ്ങളെയും അട്ടിമറികളെയും ബാലറ്റിലൂടെ തന്നെ തിരിച്ചടിക്കുമെന്നതിൽ സംശയമില്ല. ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരാകേണ്ട ഭരണകൂടം തന്നെ അതിൻ്റെ ശവക്കുഴി തോണ്ടുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നാം കണ്ടത്. ഈ വെല്ലുവിളികളെ അതിജീവിച്ച് ഭയമില്ലാത്ത ഒരു ബംഗാൾ കെട്ടിപ്പടുക്കുവാൻ ജനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കാം. പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് അന്തരീക്ഷം വർഷങ്ങളായി ചർച്ചയാകുന്നത് ജനാധിപത്യത്തിൻ്റെ മഹത്വത്താലല്ല, മറിച്ച് അവിടെ അരങ്ങേറുന്ന ആക്രമണങ്ങളുടെയും ചോരക്കളികളുടെയും പേരിലാണ്. ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നത് ഭയത്തിൻ്റെയും ഭീഷണിയുടെയും കറുത്ത ദിനങ്ങളാണ്. വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം നിർഭയമായി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന അജണ്ടകളുമായി ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് അണികൾ ബൂത്തുകൾക്ക് മുന്നിലെത്തുന്നു എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. ഫാൽത്തയിലും ഹൗറയിലും ഭവാനിപൂരിലും ഉൾപ്പെടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ വിളിച്ചു പറയുന്നത് തങ്ങളുടെ അധികാരം നിലനിർത്തുവാൻ ഏത് അധാർമിക മാർഗവും സ്വീകരിക്കാൻ മടിക്കാത്ത ഒരു ഭരണകൂടത്തിൻ്റെ ദയനീയ മുഖമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുവാനും സമാധാനം പുനഃസ്ഥാപിക്കാനും കേന്ദ്രസേന നടത്തുന്ന ലാത്തിച്ചാർജും ഇടപെടലുകളും തികച്ചും അനിവാര്യമായ ഒരു തിരുത്തൽ നടപടിയാണ്. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ അത് ബാലറ്റിലൂടെയാണ് തീർക്കേണ്ടത്, ബുള്ളറ്റ് കൊണ്ടോ ലാത്തി കൊണ്ടോ അല്ല. എന്നാൽ ബംഗാളിൽ ഭരണകക്ഷിയുടെ അണികൾ
തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തങ്ങളുടെ കുത്തകയാക്കാനാണ് ശ്രമിക്കുന്നത്. ബൂത്തുകൾക്ക് മുന്നിൽ തടിച്ചുകൂടി വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുക, പോളിംഗ് ഏജന്റുമാരെ തടയുക, EVM മെഷീനുകളിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ രീതികൾ ജനാധിപത്യത്തോടുള്ള അങ്ങേയറ്റത്തെ വെല്ലുവിളിയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയത്വമോ അല്ലെങ്കിൽ ഭരണകക്ഷിയോടുള്ള അവരുടെ വിധേയത്വമോ തിരിച്ചറിയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രസേനയെ ഇറക്കുന്നത് തികച്ചും യുക്തിഭദ്രമായ തീരുമാനമാണ്. ഇവിടെ കേന്ദ്രസേന നടത്തുന്ന ലാത്തിച്ചാർജ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നേരെയുള്ള അതിക്രമമല്ല, മറിച്ച് അക്രമം നടത്തുന്നവർക്കും ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നവർക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. ഭരണകക്ഷി ഉയർത്തുന്ന ആരോപണങ്ങൾ പലപ്പോഴും ജാള്യത മറയ്ക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ്. ഗുണ്ടകളെ കൊണ്ടുവന്നു ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രസേനയെ പഴിക്കാൻ മമതാ ബാനർജിയും പാർട്ടി നേതൃത്വവും മത്സരിക്കുമ്പോൾ അവർ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം അണികൾ ബൂത്തുകളിൽ നടത്തുന്ന അരാജകത്വത്തെയാണ്. ഭയമില്ലാതെ വോട്ട് ചെയ്യാനുള്ള ഓരോ പൗരൻ്റെയും അവകാശത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ സമാധാനം ഉറപ്പാക്കാൻ ആയുധമേന്തിയ കേന്ദ്രസേനയെ തന്നെ എത്തിക്കേണ്ടി വന്നത് ബംഗാളിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ അപമാനമാണ്. തൃണമൂൽ കോൺഗ്രസ് അണികൾ ബൂത്തുകൾ കൈയടക്കാൻ ശ്രമിക്കുമ്പോൾ ആ നീക്കങ്ങളെ തകർക്കാൻ ലാത്തി വീശുകയല്ലാതെ മറ്റ് മാർഗങ്ങൾ കേന്ദ്രസേനയ്ക്ക് മുന്നിലില്ല. അത്തരം നടപടികളില്ലെങ്കിൽ ബംഗാളിലെ സാധാരണക്കാരനായ വോട്ടർക്ക് തനിക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം പോലും നഷ്ടപ്പെടും. പ്രതിപക്ഷ നേതാക്കളെയും പ്രവർത്തകരെയും ആക്രമിക്കുന്നതും സ്ഥാനാർത്ഥികളുടെ വാഹനങ്ങൾ തകർക്കുന്നതും വോട്ടർമാരെ വരിയിൽ നിന്ന് പുറത്താക്കുന്നതുമൊക്കെ ഒരു പാർട്ടിയുടെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിൻ്റെ ഉദാഹരണങ്ങളാണ്. ഈ ഭീകരതയെ ഇല്ലാതാക്കാൻ നിയമത്തിൻ്റെ കൈകൾ ശക്തമാകണം. ഇവിടെ കേന്ദ്രസേനയുടെ ലാത്തിച്ചാർജ് എന്നത് ഒരു രക്ഷകൻ്റെ വേഷമാണ്. അത് ജനങ്ങളെ ആക്രമിക്കാനല്ല, മറിച്ച് അക്രമകാരികളിൽ നിന്ന് ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ്. അരാജകത്വത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അച്ചടക്കമുള്ള സേനയുടെ സാന്നിധ്യം എന്നും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നായിരിക്കാം. എന്നാൽ ആ അസ്വസ്ഥതയാണ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കുറച്ചെങ്കിലും നീതി നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നത്. അന്തിമമായി തെരഞ്ഞെടുപ്പ് എന്നത് ഒരു പാർട്ടിയുടെ മാത്രം തീരുമാനമല്ല, അത് ജനങ്ങളുടെ വിധിയാണ്. ആ വിധി എഴുതാൻ ജനങ്ങൾക്ക് അവസരം നൽകുന്നതിന് പകരം അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെ അമർച്ച ചെയ്യുവാൻ കേന്ദ്രസേനയ്ക്ക് പൂർണ്ണ അധികാരമുണ്ട്. ബംഗാളിലെ തൃണമൂൽ ഗുണ്ടായുസത്തിനെതിരെയും ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെയും കേന്ദ്രസേന ഉയർത്തുന്ന ലാത്തി ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ആത്മവിശ്വാസമാണ്. അക്രമം കൊണ്ട് അധികാരം പിടിക്കാമെന്നും വോട്ടർമാരെ പേടിപ്പിച്ച് ജയിക്കാമെന്നുമുള്ള തൃണമൂൽ നേതൃത്വത്തിൻ്റെ വ്യാമോഹം തകർക്കുവാൻ ഇത്തരം നടപടികൾ തുടരുക തന്നെ വേണം. ഭരണകൂടം ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ പരാജയപ്പെടുമ്പോൾ കേന്ദ്രസേന തന്നെ അത് ഏറ്റെടുക്കുന്നത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. വരും ദിവസങ്ങളിൽ ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ഇത്തരം കർശനമായ നടപടികളിലൂടെ അരാജകത്വത്തെ വേരോടെ പിഴുതെറിയുക തന്നെ വേണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.